ലോക്പാൽ ഡിഗ്രി പ്രിലിംസിന് സിവിക്സിലൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. കഴിഞ്ഞ 2021 മുതൽ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ 4 ചോദ്യമാണ് ലോക്പാലിൽ നിന്ന് ഡിഗ്രി പ്രിലിംസിന് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ സെഷന് ശേഷം ആ 4 ചോദ്യങ്ങൾ സോൾവ് ചെയ്യും. കൂടാതെ UPSC സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷന് 2025 ഒരു ലോക്പാലിൻ്റെ ചോദ്യമുണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യാം, ഈ സെഷനിലൂടെ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി ലോക്പാൽ എന്താണ്? ലോക്പാൽ ബേസിക്കലി ലോക്പാൽ എന്ന് പറയുന്നത് ഒരു ആൻറ്റി കറപ്ഷൻ ഏജൻസിയാണ്. ഇന്ത്യയിലെ പ്രീമിയർ ആൻറ്റി കറപ്ഷൻ ഏജൻസിയാണ് എന്ത് ലോക്പാൽ എന്ന് പറയുന്നത്. ലോക്പാൽ ബേസിക്കലി ആ ടേം, ലോക്പാൽ എന്ന ടേം ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് 1963 LM സിംഗ്വിയാണ്. അത് അന്നത്തെ മെമ്പർ ഓഫ് പാർലമെൻ്റ് ആണ്. പിന്നെ നമുക്ക് LM സിംഗ്വി കമ്മിറ്റിയൊക്കെ നിങ്ങൾക്ക് പഞ്ചായത്ത് രാജിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ വ്യക്തി തന്നെയാണ് LM സിംഗ്വി. ഓക്കെ, അപ്പം ബേസിക്കലി ഈ ലോക്പാൽ എന്ന് ഉള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് സാൻസ്ക്രിറ്റിൽ നിന്നാണ്. ലോക് മീൻസ് നമുക്കറിയാം, ലോക് മീൻസ് ജനങ്ങൾ. ഓക്കെ, പാലകൻ, പാല അല്ലെങ്കിൽ പാലകൻ എന്താണ്, സംരക്ഷകൻ അല്ലെങ്കിൽ കെയർ ടേക്കർ, പ്രൊട്ടക്ടർ. അപ്പോൾ ബേസിക്കലി ലോക്പാൽ എന്ന് ഉദ്ദേശിക്കുന്നത് കെയർ ടേക്കർ ഓഫ് പീപ്പിൾ. എങ്ങനെ പീപ്പിളുടെ കെയർ ടേക്കർ ആവുന്നു? ഭരണാധികാരികൾ, അതായത് മീൻസ് ദ സെൻട്രൽ. ലോക്പാൽ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സെൻട്രൽ ഗവൺമെൻറ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ ലോകായുക്തയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലോക്പാൽ ബേസിക്കലി സെൻട്രൽ ലെവലിലുള്ള, അതായത് മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, MP മാർ, അതേപോലെ തന്നെ ഹയർ ഒഫീഷ്യൽസ്, സിവിൽ സർവൻസ്, ഇവർക്കെതിരെ ഇവർ എന്ത് തരത്തിലുള്ള കറപ്ഷൻ ചെയ്താലും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അതിനുള്ള വേണ്ട നടപടികൾ എടുക്കാനുള്ള പവർ ലോക്പാലിനുണ്ട്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ലോക്പാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ, അല്ലെങ്കിൽ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോക്പാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 2013 ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് ലൂടെ എന്തായി, ലോക്പാലിന് എന്ത് കിട്ടി? ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടി. എന്ന് വെച്ചാൽ ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡി മീൻസ് ഈ നിയമത്തിൽ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 ലോക്പാലിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ലോക്പാലിന് ചെയ്യാം, എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, മെമ്പേഴ്സ് ആരൊക്കെയാണ്, മെമ്പേഴ്സിൻ്റെ കാലാവധി എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ലോക്പാലിനെ കുറിച്ചും ലോകായുക്തനെ കുറിച്ചിട്ടും ഈ നിയമത്തിലുണ്ട്, ഈ സ്റ്റാറ്റ്യൂട്ടിലുണ്ട്. അതുകൊണ്ടാണ് ലോക്പാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ലോക്പാൽ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. ഓക്കെ, ഇനി ലോക്പാലിൻ്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ടേം കോയിൻ ചെയ്തത് LM സിംഗ്വിയാന്ന് പറഞ്ഞു. ലോക്പാൽ സെൻട്രൽ ലെവലിൽ സെറ്റപ്പ് ചെയ്യണമെന്ന് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തത്, നിർദ്ദേശിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് ARC, അതായത് ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ 1966 ഫസ്റ്റ് ARC, ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ. അന്ന് അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? മൊറാർജി ദേശായി ആണ്. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ആ റിഫോംസ് കമ്മീഷനാണ് ആദ്യമായിട്ട് ലോക്പാൽ സെൻട്രൽ ലെവലിലും ലോകായുക്ത സ്റ്റേറ്റ് ലെവലിലും സെറ്റപ്പ് ചെയ്യണമെന്നുള്ള റെക്കമെൻഡേഷൻ ചെയ്തത്. ഇത് വേണമെങ്കിൽ ചോദിക്കാം, ആരാണ് ആദ്യമായിട്ട് ലോക്പാൽ സെറ്റപ്പ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്തത് ആരാണ്? ഫസ്റ്റ് ARC ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, ഈ ARC റെക്കമെൻഡ് ചെയ്തതിന് ശേഷം 1968 മുതൽ 2011 വരെ ഈ കാലഘട്ടത്തിൽ ലോകായുക്ത സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പാർലമെൻറ്റിൽ ബില്ല് കേന്ദ്ര സർക്കാർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പല കാരണങ്ങളാൽ ആ ബില്ല് പാസ്സായില്ല. പക്ഷേ 2011
ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റ് എൻ്റെ ആ കഴിഞ്ഞ 2 വർഷത്തെ 2011 മുതൽ 13 വരെയുള്ള അവരുടെ കണ്ടിന്യൂസ് കറപ്ഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫൈനലി കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു, ഈ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് പാസ്സാക്കുകയും ജനുവരി 1, 2014 പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റ് കിട്ടുകയും ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പം 2014 മെയ്യോടെ യു പി എ ഗവൺമെൻറ്, അപ്പോൾ യു പി എ ഗവൺമെൻറ്റാണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് പാസ്സാക്കുന്നത്. പിന്നീട് നമുക്കറിയാം 2014 എൻ ഡി എ ഗവൺമെൻറ് വന്നു. എൻ ഡി എ ഗവൺമെൻറ് വന്നതിന് ശേഷം 5 വർഷത്തേക്ക് അവരുടെ കാലാവധി, അവരുടെ ഫസ്റ്റ് ടേം അവരുടെ 2019 ആ ടേം തീരാനായപ്പോഴാണ് അവർ ആദ്യമായിട്ട് ലോക്പാൽ ചെയർപേഴ്സണെ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോഡിക്കൊരു ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2013 പാസ്സായി, 14 ജനുവരി 1 പ്രസിഡൻ്റ് അസെൻറ്റ് കിട്ടി. പക്ഷേ ലോക്പാൽ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയത് എന്താണ്, 5 വർഷത്തിന് ശേഷം 2000 അപ്പോഴാണ് ചെയർപേഴ്സൺ കിട്ടുന്നത് 2019. അതിനെ ബേസ് ചെയ്തിട്ട് 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ആരാണ് ആദ്യത്തെ ലോക്പാൽ ചെയർപേഴ്സൺ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യാം. ഇനി നമുക്ക് എല്ലാ ഇമ്പോർട്ടൻറ്റ് കമ്മീഷൻ പോലെ തന്നെ ഇതാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ബോഡിയാണല്ലോ, എല്ലാ ഇമ്പോർട്ടൻറ്റ് ബോഡി പോലെ തന്നെ ഈ ബോഡിക്കും എന്താണ്, ഈ ലോക്പാലിന് എന്താണ് ഒരു ചെയർപേഴ്സൺ ഉണ്ട്. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ലോക്പാലിൻ്റെ കോമ്പോസിഷൻ, ലോക്പാൽ എന്ന് പറയുന്നത് ലോക്പാൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, അതേപോലെ മാക്സിമം ഓഫ് 8 മെമ്പേഴ്സ്. അപ്പോൾ ലോക്പാൽ ചെയർപേഴ്സണും ഉണ്ടാവും ആൻഡ് മാക്സിമം ഓഫ് 8 മെമ്പേഴ്സ് വരെയും ലോക്പാലിൻ്റെ കോമ്പോസിഷൻ ആകാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ലോക്പാൽ ചെയർപേഴ്സൺ ആൻഡ് മാക്സിമം ഓഫ് 8 മെമ്പേഴ്സ്. ഇനി ഇതിൽ ചെയർപേഴ്സൻ്റെ ക്രൈറ്റീരിയ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ചെയർപേഴ്സൺ ആകാൻ എന്താണ് ക്രൈറ്റീരിയ, എന്തായിരിക്കണം, ക്വാളിഫിക്കേഷൻ എന്താണ്? ഓക്കെ, അപ്പോൾ ലോക്പാൽ ചെയർപേഴ്സൺ ആകണമെങ്കിൽ 3 കുറച്ച് കണ്ടീഷൻ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു കണ്ടീഷൻ വെച്ചാൽ, ഒന്നില്ലെങ്കിൽ ഹി മസ്റ്റ് ബി എ ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഫോമർ CGI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം, അല്ലെങ്കിൽ ഫോമർ സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം. ഇതുമല്ല എന്നുണ്ടെങ്കിൽ ഓർ ആൻ eminent person with at least 25 years of expertise. 25 years of 25 വർഷത്തെ eminent person with 25 years of expertise. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 25 years of expertise. ഏതിൽ എക്സ്പെർട്ടൈസ്? ആൻറ്റി കറപ്ഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, വിജിലൻസ് ഓർ ലോ. ഇതാണ് ഈ ആക്ട് പറയുന്ന ക്വാളിഫിക്കേഷൻ ചെയർപേഴ്സൺ ആയാലും. അപ്പം 3 ഒന്നില്ലെങ്കിൽ എന്തായിരിക്കണം, ഫോമർ CGI, അല്ലെങ്കിൽ ഫോമർ സുപ്രീം കോടതി ജഡ്ജ്, അല്ലെങ്കിൽ an eminent person with an expertise of at least 25 years in anti corruption etc. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് PSCയിലും ചോദിച്ചിട്ടുണ്ട് ഈ കണ്ടീഷൻ, അതേപോലെ തന്നെ UPSCക്കും ചോദിച്ചിട്ടുണ്ട്. ഇനി മെമ്പേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഈ ആക്ട് പറയുന്നുണ്ട്, അതായത് നമുക്കറിയാം മാക്സിമം 8 മെമ്പേഴ്സ് ഉണ്ട്, മാക്സിമം 8 മെമ്പേഴ്സാണ് ചെയർപേഴ്സൺ കൂടാണ്ട്. ഈ 8 മെമ്പേഴ്സിൽ അവർ പറയുന്നത് 4 മെമ്പർ എവിടെ നിന്നായിരിക്കണം, ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കണം. മാക്സിമം ഓഫ് 4 മെമ്പേഴ്സ് ജുഡീഷ്യലും ബാക്കി 4 മെമ്പേഴ്സ് എന്താണ്, നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ അപ്പോൾ 8ൽ 4 എന്ന് പറയുമ്പോൾ 50% ആ മെമ്പേഴ്സ് എന്തായിരിക്കണം, ജുഡീഷ്യൽ മെമ്പേഴ്സ് ആകണമെന്ന് പറയുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അതും PSCക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലോക്പാലിൻ്റെ 50% മെമ്പേഴ്സ് എന്തായിരിക്കണം, ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 3 കാറ്റഗറിയാണ് നമുക്ക്. ഇപ്പോൾ മെമ്പേഴ്സ് ആണെങ്കിൽ തന്നെ, അതായത് ചെയർപേഴ്സൺ ഒരു ക്രൈറ്റീരിയ, ജുഡീഷ്യൽ മെമ്പേഴ്സിന് ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്, ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സിന് ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇനി ജുഡീഷ്യൽ മെമ്പർ ആകണമെങ്കിൽ എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ്, ഫോമർ സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം, ഫോമർ സുപ്രീം കോടതി ജഡ്ജ്. അല്ലാന്നുണ്ടെങ്കിൽ ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട്. എല്ലാം ഫോമർ ആണ്, വേർഡ് ഓർത്ത് വെക്കണം, ഫോമർ എന്നുള്ള വേർഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫോമർ സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. ആരുടെ ക്വാളിഫിക്കേഷനാണ്? ജുഡീഷ്യൽ മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഇനി നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? അവിടെയും പറയുന്നുണ്ട് മാക്സിമം ഓഫ് 4 മെമ്പേഴ്സ് നോൺ ജുഡീഷ്യലിന്. അവരുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് 25 years of experience in relevant fields like ആൻറ്റി കറപ്ഷൻ, പോളിസി, വിജിലൻസ് ഓർ ഫിനാൻസ്. ഇതാണ് നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സിന് പറയുന്ന
ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വാളിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാണ്ട് ഈ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു പറയുന്നുണ്ട്, ഇതൊരു പ്രത്യേകം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ത്, ഈ 50%, അതായത് ഈ മെമ്പേഴ്സിൻ്റെ ഇടയിൽ 50%, അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ് എവിടെ നിന്നായിരിക്കണം? ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, OBC, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, മൈനോറിറ്റീസ് ഓർ വുമൻ. അപ്പോൾ മൊത്തം മെമ്പേഴ്സിലെ 50%, അറ്റ്ലീസ്റ്റ് 50% ഇവരിൽ നിന്നായിരിക്കണം. അപ്പോൾ ഡൈവേഴ്സിറ്റി മീൻസ് എല്ലാ തരത്തിലുള്ള വീക്കർ സെക്ഷനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ആ ഒരു പോയിന്റും കൂടി നോട്ട് ചെയ്ത് വെക്കണം. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, OBC, മൈനോറിറ്റീസ് ഓർ വുമൻ, ഇതെല്ലാം ആക്റ്റിൽ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്റ്റിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇത് വേണമെങ്കിൽ ചോദിക്കാം, സെലക്ഷൻ ലോക്പാൽ മെമ്പേഴ്സിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, ആരാണ് ലോക്പാൽ മെമ്പേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. മെമ്പേഴ്സ് ഓഫ് ദി ലോക്പാൽ ആർ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ആരാണ് ലോക്പാൽ മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? പ്രസിഡൻറ്റിന് ഇഷ്ടമുള്ളവരെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രസിഡൻറ്റിന് അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. പക്ഷെ ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സെലക്ഷൻ കമ്മിറ്റി, 5 പാനൽ സെലക്ഷൻ കമ്മിറ്റിയുടെ 5 മെമ്പർ സെലക്ഷൻ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ സെലക്ഷൻ പാനലിൻ്റെ റെക്കമെൻഡേഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആരെ? ഈ ലോക്പാലിൻ്റെ ചെയർപേഴ്സണെയും മറ്റ് മെമ്പേഴ്സിനെയും. അപ്പോൾ ഈ 5 പാനൽ മെമ്പേഴ്സ് ആരൊക്കെയാണ്? അതും എക്സാമിന് ചോദിക്കാം. ലോക്പാലിൻ്റെ സെലക്ഷൻ പാനലിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് ഉള്ളത്? പ്രൈം മിനിസ്റ്ററാണ് ചെയർപേഴ്സൺ. ആരുടെ ചെയർപേഴ്സൺ? ഈ സെലക്ഷൻ പാനലിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. പിന്നെ ലോക്സഭാ സ്പീക്കർ ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഒപ്പോസിഷൻ, ലോക്സഭയുടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ. അപ്പോൾ നമുക്കറിയാം 2014 മുതൽ 2024 വരെ, 2014 മുതൽ 2024 വരെയും ലോക്സഭയിൽ എന്തുണ്ടായിരുന്നില്ല? ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ടായിരുന്നില്ല. ലോക്സഭയിൽ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഒപ്പോസിഷൻ പാർട്ടിക്ക് വേണ്ട മിനിമം സീറ്റ്സ് ഉണ്ടായിരുന്നില്ല. 2024 10 വർഷത്തിന് ശേഷം ഒരു ലോക്സഭയിൽ ഒരു ഒപ്പോസിഷൻ ലീഡർ വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ മെമ്പർ എന്ന് പറയുന്നത് ഒപ്പോസിഷൻ ലീഡർ ഉണ്ടെങ്കിൽ, ലോക്സഭയിൽ ഒപ്പോസിഷൻ ലീഡർ ഉണ്ടെങ്കിൽ അദ്ദേഹം, എന്നുണ്ടെങ്കിൽ എന്താണ്? ലീഡർ ഓഫ് ദി സിംഗിൾ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടി, ലീഡർ ഓഫ് ദി. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ. അപ്പോൾ മൂന്നാമത്തെ ക്രൈറ്റീരിയ അവരാണ്. അപ്പോൾ ഒപ്പോസിഷൻ നിന്നുള്ള ഒരു ലീഡർ ആയിരിക്കും മൂന്നാമത്തെ, ലോക്സഭയിൽ നിന്നുള്ള ലീഡർ ആയിരിക്കും തേർഡ് മെമ്പർ. നാലാമത്തെ മെമ്പർ ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇനി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് മീൻസ് ഈ പാനൽ ഇരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഹീ ക്യാൻ CJIക്ക് നോമിനേറ്റ് ചെയ്യാം ഒരു സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജിനെ. CJIക്ക്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ നാലാമത്തെ മെമ്പർ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, എന്നുണ്ടെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്ന സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജ്. ഇതാണ് നാലാമത്തെ മെമ്പർ. അഞ്ചാമത്തെ മെമ്പർ ആരാണ്? ഒരു എമിനൻറ്റ് ജൂറിസ്റ്റാണ്. ആര് നോമിനേറ്റ് ചെയ്യുന്ന? പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്യുന്ന എമിനൻറ്റ് ജൂറിസ്റ്റ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 മെമ്പർ സെലക്ഷൻ പാനൽ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇനി പറയുന്നുണ്ട്. ഓക്കെ, ഇനി മിനിമം ഏജും മാക്സിമം ഏജും ലോക്പാലിൻ്റെ മെമ്പേഴ്സിൽ പറയുന്നുണ്ട്. ചെയർപേഴ്സൺ ആയിക്കോട്ടെ, മെമ്പർ ആയിക്കോട്ടെ, ലോക്പാലിൻ്റെ കേസിൽ അവർക്ക് ലോക്പാൽ മെമ്പർ ആകണമെന്നുണ്ടെങ്കിൽ മിനിമം ഏജ് എന്താണ്? 45 ഇയേഴ്സാണ്. ഇതാണ് മിനിമം ഏജ് 45ഉം മാക്സിമം ഏജ് 70 ഇയേഴ്സുമാണ്. അപ്പോൾ മിനിമം ഏജ് 45, മാക്സിമം ഏജ് 70. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലോക്പാൽ മെമ്പേഴ്സിൻ്റെ മിനിമം ഏജ് എന്താണ്? 45, മാക്സിമം ഏജ് എന്താണ്? 70. അപ്പോൾ ഈ മാക്സിമം ഏജ് 70 പറയുമ്പോൾ, അപ്പോൾ ഇവിടെ ടേം എന്ന് പറയുന്നത്, ടെന്യൂർ എന്ന് പറയുന്നത് ചെയർപേഴ്സൻ്റെയും മെമ്പേഴ്സിൻ്റെയും ടെന്യൂർ 5 വർഷമാണ്. 5 years or until they reach the age of 70, whichever is earlier. അപ്പോൾ മാക്സിമം
ലോക്പാലിൽ മെമ്പർ ആകാനും ചെയർപേഴ്സൺ ആയിക്കോട്ടെ, മെമ്പേഴ്സ് ആയിക്കോട്ടെ, ജുഡീഷ്യൽ നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിക്കോട്ടെ, മാക്സിമം ടെന്യർ എന്താണ് 5 വർഷമാണ്. പക്ഷേ 5 വർഷത്തിന് മുമ്പ് അവർക്ക് 70 ഇയേഴ്സ് കംപ്ലീറ്റ് ആയാൽ അവരെന്തായി അവർക്ക് മീൻസ് ലോക്പാൽ മെമ്പർഷിപ്പ് ഒഴിഞ്ഞു പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ മിനിമം ഏജ്, മാക്സിമം ഏജ്, അവരുടെ ടേം ടെന്യൂറിൻ്റെ ടൈം പീരീഡ് എന്താണ് 5 ഇയേഴ്സ് ഓർ ടിൽ ദേ റീച്ച് ദി ഏജ് ഓഫ് 70 വിച്ച് എവർ ഇസ് ഏർലിയർ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ലോക്പാൽ ആക്റ്റിൽ തന്നെ പറയുന്നുണ്ട് ചില കണ്ടീഷനിൽ ചെയർപേഴ്സൺ ഓർ എ മെമ്പർ ഷാൽ നോട്ട് ബി ഇന്ന ആൾക്കാരാകാൻ പാടില്ല. ഓക്കെ, ലോക്പാലിൻ്റെ മെമ്പറോ ചെയർപേഴ്സണോ ആകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, അവർ MP മാരാകാൻ പാടില്ല, MLA മാരാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എ പേഴ്സൺ കൺവിക്റ്റഡ് ഓഫ് എനി ഒഫൻസ്, അതായത് ഒരു ഒഫൻസ് ഒരു ഒഫൻസ് ചെയ്തിട്ട് അത് കൺവിക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആകാൻ പാടില്ല. മോറൽ ടെർപ്യൂട്ടഡ് എന്നുള്ള കണ്ടീഷൻ പറയുന്നുണ്ട്. മോറലി അപ്പോൾ ഇവിടെ നോക്കിയാൽ ലോക്പാൽ എന്ന് വെച്ചാൽ എന്താ, ഒരു ആൻറ്റി കറപ്ഷൻ ഏജൻസിയാണ്. കറപ്റ്റായ ഒഫീഷ്യൽസിനെയും മിനിസ്റ്റേഴ്സിനെയും MP മാരെയും എല്ലാം അവർക്കെതിരെ അന്വേഷിക്കേണ്ട ഒരു ബോഡിയാണ്. ഓക്കെ, അപ്പോൾ അതിലെ മെമ്പേഴ്സ് എന്തായിരിക്കണം, അവർ മോറലി ഹൈ വാല്യൂ ഓഫ് ഇൻറ്റഗ്രിറ്റി ഉള്ളവരായിരിക്കണം. അപ്പോൾ അതാണ് ഈ കണ്ടീഷൻ്റെ ഒക്കെ കാരണം. പിന്നെയും പറയുന്നുണ്ട് മിനിമം ഏജ് പറയുന്നുണ്ട് 45 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. പഞ്ചായത്ത് മെമ്പർ ആകാൻ പാടില്ല, മുനിസിപ്പാലിറ്റി മെമ്പർ ആകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എ പേഴ്സൺ ഹൂ ഹാസ് ബീൻ റിമൂവ്ഡ് ഓർ ഡിസ്മിസ്ഡ് ഫ്രം ദി യൂണിയൻ്റെയോ സ്റ്റേറ്റിൻ്റെയോ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യപ്പെട്ട, റിമൂവ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെയും എന്താകാൻ പാടില്ല, ലോക്പാൽ മെമ്പർ ആകാൻ പാടില്ല, മെമ്പറോ ചെയർപേഴ്സണോ ആകാൻ പാടില്ല. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളുടെ ആക്റ്റിൽ പറയുന്നുണ്ട്, ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്റ്റിലും പറയുന്നുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനാണ്. ഇനി ജുറിസ്ട്രിക്ഷൻ, ലോക്പാലിൻ്റെ അധികാര പരിധി, ജുറിസ്ട്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോക്പാലിന് പ്രൈം മിനിസ്റ്ററിനെതിരെ മീൻസ് ഒരു പ്രൈം മിനിസ്റ്ററിനെതിരെ എന്തെങ്കിലും ആരോപണം, കറപ്ഷൻ അലിഗേഷൻസ് വന്നാൽ എന്ത് ചെയ്യാം, ലോക്പാലിന് പ്രൈം മിനിസ്റ്ററിനെതിരെ എന്ത് ചെയ്യാം, അന്വേഷിക്കാം. പക്ഷേ 2 കണ്ടീഷൻ ഉണ്ട്, 2 ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ പറയുന്നുണ്ട്. പ്രൈം മിനിസ്റ്ററിനെതിരെ എൻക്വയറി ചെയ്യാൻ നേരത്ത് പറയുന്ന 2 എക്സെപ്ഷൻസ് ഉണ്ട്. 2 കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൈം മിനിസ്റ്ററിനെതിരെ അന്വേഷിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള കേസിലൊക്കെ പ്രൈം മിനിസ്റ്ററിനെതിരെ എന്ത് ചെയ്യാം, ലോക്പാലിന് അന്വേഷിക്കാം. എന്താ 2 കണ്ടീഷൻ? ഒന്ന്, ഇൻ്റർനാഷണൽ റിലേഷൻ, എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ സെക്യൂരിറ്റി, പബ്ലിക് ഓർഡർ, അറ്റോമിക് എനർജി ആൻഡ് സ്പേസ്. ഈ വിഷയങ്ങളിലാണ് അലിഗേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൈം മിനിസ്റ്ററിനെതിരെ. കാരണം ഇത് നമ്മുടെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി അല്ലെങ്കിൽ സോവറിനിറ്റീൻ്റെ ഭാഗമായിട്ട്, സെക്യൂരിറ്റീൻ്റെ ഭാഗമായിട്ട് എന്താണ് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സെപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് പ്രൈം മിനിസ്റ്റർ. ഈ ഒരു കേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അന്വേഷിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ അടുത്ത കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്ററിനെതിരെ എൻക്വയറി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്പാലിൻ്റെ ഫുൾ ബെഞ്ചിൻ്റെ, ലോക്പാലിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ, ലോക്പാലിന് ഇതുവരെ ഫുൾ മെമ്പേഴ്സ് ഇതുവരെ ഉണ്ടായിട്ടില്ല, എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ മെമ്പേഴ്സിൻ്റെ 2/3 മെജോറിറ്റി അപ്രൂവ് ചെയ്താൽ മാത്രമേ, അതായത് 2/3 2/3 മെമ്പേഴ്സ് അപ്രൂവ് ചെയ്യണം. ഓക്കെ, എന്താണ് നമുക്ക് അന്വേഷണം തുടങ്ങാം പ്രൈം മിനിസ്റ്ററിനെതിരെ, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൈം മിനിസ്റ്ററിനെതിരെയുള്ള കറപ്ഷൻ ചാർജസ് അല്ലെങ്കിൽ എന്തെങ്കിലും അലിഗേഷൻസ് ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി മാറ്റേഴ്സ്, ഇൻ്റർനാഷണൽ റിലേഷൻ മാറ്റേഴ്സിലോ അറ്റോമിക് എനർജി മാറ്റേഴ്സിലോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പേസ് പോലത്തുള്ള കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അന്വേഷിക്കാൻ പറ്റില്ല. 2, അത് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ കറണ്ട് ലോക്പാൽ ബെഞ്ചിൻ്റെ എന്ത് വേണം, 2/3 മെമ്പേഴ്സിൻ്റെ അപ്രൂവലും വേണം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അപ്പോൾ പ്രൈം മിനിസ്റ്ററിനെതിരെ അന്വേഷിക്കാം, MP മാർക്കെതിരെ, മിനിസ്റ്റേഴ്സിനെതിരെ, അതായത് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെതിരെ, പാർലമെൻറ്റിലുള്ള MP, ലോക്സഭ MP, രാജ്യസഭ MPക്കെതിരെ എല്ലാം എന്ത് ചെയ്യാം, ലോക്പാലിന് അന്വേഷിക്കാൻ പവർ ഉണ്ട്. അതിൽ ഒരു എക്സെപ്ഷൻ പറയുന്നത് വെച്ചാൽ അതായത് ഈ പാർലമെൻറ്റ് മെമ്പേഴ്സും മിനിസ്റ്റേഴ്സും പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ പറയുന്ന കാര്യത്തിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. കാര്യം ബേസിക്കലി മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്താണ് അവിടെ ഡിസ്കസ് ചെയ്യുന്ന, പാർലമെൻറ്റ് അകത്ത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല, മിനിസ്റ്റേഴ്സിനും അതേപോലെ തന്നെ MP പറയുന്ന കാര്യങ്ങൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല, ലോക്പാലിനെ അന്വേഷിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ കേസിലും എന്ത് ചെയ്യാം, ലോക്പാലിനെ അന്വേഷിക്കാം. ഓക്കെ, അപ്പോൾ ലോക്പാലിൻ്റെ പദവിയിൽ ആരൊക്കെ വരുന്നുണ്ട്, പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട്, യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വരുന്നുണ്ട്, MP വരുന്നുണ്ട്.
അതുകൂടാണ്ട് എല്ലാ യൂണിയൻ ഗവൺമെൻറ്റിലുള്ള എല്ലാ ഗവൺമെൻറ് ഒഫീഷ്യൽസും അവർക്കെതിരെ കറപ്ഷൻ ചാർജസ് ഉണ്ടെങ്കിൽ ലോക്പാലിന് അന്വേഷിക്കാം. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പബ്ലിക് സർവൻസ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇന്ത്യയിൽ അകത്തുള്ളവർ മാത്രമല്ല, ഇറ്റ് അപ്ലൈസ് ടു പബ്ലിക് സർവൻറ്റ് ഇൻസൈഡ് ഇന്ത്യ ആസ് വെൽ ആസ് സർവിങ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ. ഇതും അതിൽ എടുത്ത് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. സോ പബ്ലിക് സർവൻസ് ഓർ സിവിൽ സർവൻസ് വർക്കിംഗ് ഇൻസൈഡ് ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് നമുക്കറിയാം അംബാസിഡർമാരൊക്കെ ഇന്ത്യയിൽ വെളിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഓക്കെ, ഇവരൊക്കെ പബ്ലിക് സർവൻസ് ആണ്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ ലോക്പാലിന് അവർക്കെതിരെ അന്വേഷിക്കാനുള്ള പവർ ഈ ആക്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഇൻഫർമേഷൻ. ഇനി നമുക്ക് ഡിഗ്രി പ്രിലിംസ് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് കാറ്റഗറി കോഡ് കാണാൻ പറ്റും 101/22 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ലോക്പാലിൻ്റെ ക്വസ്റ്റ്യൻ. ഇവിടെ ചോദ്യം ഇതാണ്, നോട്ട് കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ട്രൂ ഏതാണെന്നാണ് ചോദ്യം. എന്താണ് നമുക്ക് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കി. തീർച്ചയായും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. എന്താണ് ആദ്യത്തെ കണ്ടീഷൻ? എന്താണ് ചോയ്സ് എന്താ പറയുന്നത്? ലോക്പാൽ കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ ആൻഡ് 8 മെമ്പേഴ്സ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നോട്ട് ട്രൂ ആണ്. എമംഗ് ദി മെമ്പേഴ്സ് ഓഫ് ലോക്പാൽ 50% ആർ ഫ്രം ജുഡീഷ്യറി. നമ്മൾ കണ്ടതാണ് ജുഡീഷ്യൽ മെമ്പേഴ്സിന് 50% കൊടുക്കണമെന്നുള്ളത്. അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അതായത് സ്റ്റേറ്റ്മെൻ്റ് അല്ല, തേർഡ് ചോയ്സ് എന്താണ്? ചെയർപേഴ്സൺ ആൻഡ് ദി മെമ്പേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. ആണോ? പ്രൈം മിനിസ്റ്റർ ആണോ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? അല്ല, പ്രസിഡൻ്റ് ആണ്. പ്രസിഡൻ്റ് എങ്ങനെ? 5 മെമ്പർ സെലക്ഷൻ പാനലിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്? ചോയ്സ് സി തെറ്റാണ്. അതാണ് ആൻസർ. ചോദിച്ചിരിക്കുന്നതാണ് നോട്ട് ട്രൂ ആണ്. അപ്പോൾ സി ആണ് ആൻസർ. ഇനി ചോയ്സ് ഡി നോക്കി, റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് മെമ്പേഴ്സ് 70 years. അതും നമുക്കറിയാം, അതും കറക്റ്റാണ്. ഇതാണ് 2022 ചോദിച്ച ഏത് കാറ്റഗറിയാണ്? 101/22 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതും 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ which is competent to enquire into the corruption allegations against Prime Minister or a minister in the Union Government or Member of Parliament. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കറപ്ഷൻ അലിഗേഷൻസ് എൻക്വയറി ചെയ്യാനുള്ള പവർ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആൻസർ എന്താണ്? ലോക്പാൽ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും 2022 പല ഇതിലായിട്ട് സ്റ്റേജിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. രണ്ടും ഈസി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ. ഇനി UPSC 2025 ചോദിച്ച ചോദ്യം. UPSC 2025 ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണിത്. പക്ഷേ നമ്മൾ ലോക്പാൽ പഠിച്ചൊരു സ്റ്റുഡൻറ്റ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ഓരോരോ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ച് നോക്കി. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്ന് നോക്കി. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ പവർ ഓഫ് ലോക്പാൽ അപ്ലൈസ് ടു പബ്ലിക് സർവൻസ് ഓഫ് ഇന്ത്യ ബട്ട് നോട്ട് ടു ദി ഇന്ത്യൻ പബ്ലിക് സർവൻറ്റ് പോസ്റ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. കാര്യം എന്താണ്? പബ്ലിക് സർവൻറ്റ് ഇൻസൈഡ് ഇന്ത്യ മാത്രമല്ല ഔട്ട്സൈഡ് ഇന്ത്യക്കെതിരെയും എൻക്വയറി ചെയ്യാനുള്ള പവർ ആരൊക്കെയുണ്ട്? ലോക്പാലുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എടുത്ത് നോക്കിയേ. ചെയർപേഴ്സൺ ഓർ എ മെമ്പർ ഷാൽ നോട്ട് ബി എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഓർ മെമ്പർ ഓഫ് ദി ലെജിസ്ലേച്ചർ ഓഫ് എനി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ഈ പോർഷൻ കറക്റ്റാണ്. എന്താണ്? ചെയർപേഴ്സണും മെമ്പർ, ലോക്പാലിൻ്റെ ചെയർപേഴ്സണോ മെമ്പറോ MP മാരോ MLA മാരോ ആകാൻ പാടില്ല എന്ന് പറയുന്ന ആ പോർഷൻ കറക്റ്റാണ്. പിന്നീട് പറയുന്നതോ ആൻഡ്, കീവേഡ് നോക്കിയേ, only the Chief Justice of India whether incumbent or retired has to be its chairperson. ഇത് തെറ്റാണ്. CJI ഫോമർ CJI ആയിരിക്കണം. അത് only CJI എന്ന് പറയുന്നത് തെറ്റാണ്. ഫോമർ CJI ആയിരിക്കണം. അല്ലെങ്കിൽ 3 കണ്ടീഷൻ ഞാൻ പറഞ്ഞില്ലേ, ഫോമർ സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം ഓർ ആൻ എമിനൻറ്റ് പേഴ്സൺ വിത്ത് 25 years എക്സ്പെർട്ടൈസ്. അപ്പോൾ ഒൺലി ചീഫ് ജസ്റ്റിസിന് മാത്രം എന്ന് പറയുന്നത് തെറ്റായ ആ പോർഷൻ തെറ്റാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ചെയർപേഴ്സൺ ഓർ എ മെമ്പർ ഷാൽ നോട്ട് be a person of less than 45 years of age on the date of assuming office. കറക്റ്റാണ്. അതായത് മിനിമം ഏജ് എത്ര വേണം? 45 വയസ്സ് വേണം. അപ്പോൾ 45 വയസ്സിൽ താഴെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല?
ചെയർപേഴ്സണോ മെമ്പറോ ആകാൻ പറ്റില്ല. അപ്പോൾ 45 വയസ്സിൽ താഴെയാണെങ്കിൽ ലോക്പാൽ മെമ്പറോ ചെയർപേഴ്സണോ ആകാൻ പറ്റില്ല. ഇത് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്, തേർഡ് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, ലോക്പാൽ ക്യാൻ നോട്ട് എൻക്വയർ ഇൻ ടു ദി അലിഗേഷൻ ഓഫ് കറപ്ഷൻ അഗെയിൻസ്റ്റ് എ സിറ്റിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതും തെറ്റാണ്. കറപ്ഷൻ അലിഗേഷനെതിരെ ലോക്പാലിന് പ്രൈം മിനിസ്റ്ററിനും കൗൺസിൽ ഓഫ് മിനിസ്റ്ററിനും എം പിമാർക്കും എതിരെ എന്ത് ചെയ്യണം, എൻക്വയറി ചെയ്യാനുള്ള പവർ ലോക്പാലുണ്ട്. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പം കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കറക്റ്റ് ഉള്ളൂ. എന്താണ്? തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ആൻസർ എന്താണ്? എ. ഇനി PSCൻ്റെ ഒരു ഫേവററ്റ് ഏരിയ ആണ്. ഞാൻ പറഞ്ഞില്ലേ 2019 2013 പാസ്സായ നിയമം ലോക്പാൽ ആൻഡ് ലോക് ആയുക്ത ആക്ട് 2013. 1 ജനുവരി 2014 പ്രസിഡൻഷ്യൽ അസെൻറ്റ് കിട്ടിയ ഈ നിയമം പക്ഷെ ആദ്യമായിട്ട് ഗവൺമെൻറ് ചെയർപേഴ്സൺ അപ്പോയിൻ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? മാർച്ച് 2019. ആരായിരുന്നു ഫസ്റ്റ് ചെയർപേഴ്സൺ? ജസ്റ്റിസ് പിനാക്കി ചന്ദ്ര ഘോഷ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2 പ്രാവശ്യം ഈ ഫസ്റ്റ് ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2021 2025 PSC ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തി ആരാണെന്ന് അറിഞ്ഞിരിക്കുക. അതാണ് ജസ്റ്റിസ് പിനാക്കി ചന്ദ്ര ഘോഷ്. ഓക്കെ. ഇപ്പോൾ 2019 ചെയർപേഴ്സൺ ആയപ്പോൾ 2022 ആയപ്പോഴത്തേക്കും പുള്ളിയുടെ കാലാവധി തീർന്നു. അത് ഏജ് കൊണ്ടിട്ട് പുള്ളിയുടെ കാലാവധി തീർന്നു. 2022 പുള്ളി പോയതിനു ശേഷം പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും രണ്ടാമതൊരു ആക്ടിങ് ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു. റെഗുലറായിട്ടൊരു ചെയർപേഴ്സൺ വരുന്നത് 2024 ഇപ്പോഴത്തെ കറണ്ട് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജസ്റ്റിസ് അജയ് മാണിക്റാവ് കൻവിൽക്കർ ആണ്. അതും നോട്ട് ചെയ്ത് വെക്കുക. അത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരാണ് കറണ്ട് ചെയർപേഴ്സൺ ഉള്ളത്? ആരാണ്? ജസ്റ്റിസ് അജയ് മാണിക്റാവ് കൻവിൽക്കർ. ഇത് 2025 ക്വസ്റ്റ്യനിൽ ഒരു ചോയ്സിൽ ഈ പുള്ളിയും ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് നോക്കാം 2 ക്വസ്റ്റ്യന്. എന്താ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ദി ലോക്പാൽ എന്താണ്? ജസ്റ്റിസ് പിനാക്കി ചന്ദ്ര ഘോഷ്. ഇനി ബാക്കി നമ്മൾ ഈ പ്രിലിംസ് ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ മാത്രം പഠിച്ചാൽ പോരാ. ബാക്കിയുള്ള മെമ്പേഴ്സും എന്തുകൊണ്ട് ഇവരെ ഇട്ടു എന്നും കൂടി അറിഞ്ഞിരിക്കണം. ഇവരെല്ലാവരും ഈ 3 പേരും എന്താണ്? ആദ്യത്തെ ലോക്പാൽ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ലോക്പാൽ ഫോം ചെയ്തപ്പോൾ ഉള്ള മെമ്പേഴ്സാണ്. ഈ ജസ്റ്റിസുമാർ 2 പേരും എന്താണ്? ജുഡീഷ്യൽ മെമ്പേഴ്സും. അതായത് ജസ്റ്റിസ് പ്രദീപ് കുമാർ മൊഹന്തിയും ജസ്റ്റിസ് അഭിലാഷ കുമാരിയും എന്താണ്? ജുഡീഷ്യൽ മെമ്പറും. ഡോക്ടർ ഇന്ദ്രജിത് പ്രസാദ് ഗൗതം എന്താണ്? നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ലോക്പാൽ മെമ്പേഴ്സ് ആയിരുന്നു. അപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അറിഞ്ഞിരിക്കുക. ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്യുക. PSCക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. PSC ഇങ്ങനെ ഫാക്ച്വൽ ഇൻഫർമേഷൻ ചോദിക്കാറുണ്ട്. ഇനി 2025 ഇതേ ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ടല്ലേ. ഈ മുൻകാല ചോദ്യങ്ങൾ ചെയ്താലുള്ള അഡ്വാൻറ്റേജ് ഇതാണ്. എന്താണ്? ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും എല്ലാ സബ്ജക്ട്സിൽ നിന്നും. ഒരു 100 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്താൽ 2 മാർക്ക് ഉറപ്പായില്ലേ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ 2026 ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകുന്ന 3 സ്റ്റേജിലുള്ളവരും നിർബന്ധമായിട്ടും ഡിഗ്രി പ്രിലിംസിൻ്റെ 13 ക്വസ്റ്റ്യൻ പേപ്പറും നിർബന്ധമായിട്ടും സോൾവ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ 1300 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. മലയാളവും ഇംഗ്ലീഷും മാത്സ് ഉൾപ്പെടെ എല്ലാ സബ്ജക്ട്സും 100 ക്വസ്റ്റ്യൻസും നിങ്ങൾ സോൾവ് ചെയ്യണം. തീർച്ചയായും നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ PYQ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് PSCയെ മനസ്സിലാക്കാനും PSCൻ്റെ പല സ്റ്റേജിലും PSC പല തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇടാറ്. നമ്മൾ 2025 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് 1 കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. സ്റ്റേജ് 2 കുറച്ച് ഈസി ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് PSC ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ സ്കെയിലിംഗ് ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ടും PSCൻ്റെ ഈ 2021 മുതൽ 25 വരെയുള്ള 13 ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അത് സോൾവ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ചെയ്യുന്നവർക്ക് തീർച്ചയായും പ്രിലിംസ് പാസ്സാകാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണ്. നിങ്ങളത് ചെയ്തിരിക്കുക. ഓക്കെ. ഇനി 2025 ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ചെയർപേഴ്സൺ ആരാണ്? നമുക്കറിയാം. ആൻസർ എന്താണ്? B ആണ്. ജസ്റ്റിസ് പിനാക്കി ചന്ദ്ര ഘോഷ്. ഞാൻ പറഞ്ഞില്ലേ ചോയ്സ് A നോക്കി ആരാണ് അദ്ദേഹം? കറണ്ട് ചെയർപേഴ്സൺ ആണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് UPSC എക്സാം ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ UPSC അല്ല, PSC കേരള PSC ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ലോക്പാൽ സിവിക്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് 5 ക്വസ്റ്റ്യനിൽ വരാൻ ലോക്പാലിൽ നിന്നോ ലോകായുക്തയിൽ നിന്നോ ഒരു സാധ്യത ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ ലോക്പാലിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ ഈ ഒരു വീഡിയോയിൽ നിന്ന് ലോക്പാലിൽ നിന്നുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ PDF നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് വായിക്കുകയും ചെയ്യാം. താങ്ക് യു.